നമസ്കാരം. തമിഴ്നാട്ടിലെ പഴനി മുരുകൻ ക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കാത്തവർ ആരും തന്നെ ഉണ്ടാകില്ല. നിങ്ങളിൽ പലരും പഴനിയിൽ പോയി മുരുകനെ കണ്ട് തൊഴുതിട്ടും ഉണ്ടാകും. എന്നാൽ അവിടുത്തെ മുരുക വിഗ്രഹത്തിന്റെ മാഹാത്മ്യം നിങ്ങൾക്കറിയാമോ? ആ വിഗ്രഹം ദർശിച്ചാലോ വിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത പ്രസാദം കഴിച്ചാലോ നിങ്ങളുടെ ജീവിതം തന്നെ മാറുമെന്ന രഹസ്യം നിങ്ങൾക്കറിയാമോ? പഴനിമലയിലെ മുരുക വിഗ്രഹവുമായി ബന്ധപ്പെട്ട ചില സുപ്രധാന രഹസ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. മുരുകന്റെ 6 പ്രശസ്ത തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പഴനിയിലെ ക്ഷേത്രം. ദണ്ഡായുധപാണിയുടെ രൂപത്തിലാണ് അവിടെ മുരുകന്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മുരുകൻ പഴനിയിൽ എങ്ങനെ കുടിയേറി എന്ന കഥ ഒരു ജനപ്രിയ കഥയാണ് എങ്കിലും പ്രധാന വിഗ്രഹം നിർമ്മിക്കുന്നതിന് പിന്നിലെ പുരാതന രഹസ്യത്തെക്കുറിച്ചും ക്ഷേത്രം ശക്തമായ ഒരു മത രോഗശാന്തി കേന്ദ്രമാകുന്നതിൻ്റെ കാരണത്തെക്കുറിച്ചും പലർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. പഴനിയിലെ വിഗ്രഹം ഒരു സന്യാസിയുടെ രൂപത്തിലാണ്. ലോകമുപേക്ഷിച്ച് ദണ്ഡായുധപാണി വലത് കൈയിൽ ഒരു വടിയും കഴുത്തിൽ രുദ്രാക്ഷമണികളുമായി നിൽക്കുന്നു. എല്ലാ ലൗകിക സ്വത്തുക്കളും ഉപേക്ഷിച്ച് അദ്ദേഹം നിലനിർത്താൻ തെരഞ്ഞെടുത്ത ഒരേ ഒരു വസ്ത്രം ഒരു കുപ്പായമാണ്. സാധാരണ കല്ലിലോ ലോഹത്തിലോ നിർമ്മിച്ച വിഗ്രഹമല്ല ഇത് എന്ന വിശ്വാസമാണ് നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്നത്. മറിച്ച് നവപാഷാണം എന്നറിയപ്പെടുന്ന 9 പ്രത്യേക വിഷഗുണമുള്ള ധാതുക്കളുടെയും ധാതു സംയുക്തങ്ങളുടെയും അപൂർവ മിശ്രിതം ഉപയോഗിച്ചാണ് ഈ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. കൊടിയ 9 വിഷങ്ങൾ കൃത്യമായ അളവിൽ സംയോജിപ്പിച്ച് വിഗ്രഹം നിർമ്മിക്കുകയായിരുന്നു. ഇതോടെ വിഗ്രഹത്തിന് ഔഷധ ഗുണം കൈവന്നു. ഈ വിഗ്രഹം നിർമ്മിച്ചത് മഹാസിദ്ധനായ ബോഗർ സിദ്ധറാണ് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. സിദ്ധവൈദ്യത്തിലും രസവാദ ശാസ്ത്രത്തിലും അതുല്യ ജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു ബോഗർ. പ്രകൃതിയിൽ കാണപ്പെടുന്ന വിഷഗുണമുള്ള ചില ധാതുക്കളെ കൃത്യമായ അളവിലും പ്രത്യേക ശുദ്ധീകരണ രീതികളിലൂടെയും ചേർത്താൽ അവ ഔഷധ ഗുണമുള്ളതാകുമെന്ന സിദ്ധവൈദ്യ പരമ്പരയിലെ ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് നവപാഷാണം രൂപപ്പെടുത്തിയത് എന്നാണ് പറയപ്പെടുന്നത്. പാഷാണം എന്ന വാക്കിന്റെ അർത്ഥം വിഷഗുണമുള്ള ധാതു എന്നാണ്. അത്തരത്തിലുള്ള 9 കൊടിയ വിഷം ചേർന്നതിനാലാണ് അതിനെ നവപാഷാണം എന്ന് വിളിക്കുന്നത്. ഈ 9 ഘടകങ്ങളുടെ കൃത്യമായ പട്ടികയും നിർമ്മാണ രീതിയും ഇന്നും ഒരു രഹസ്യമായി തുടരുകയാണ്. ബോഗർ സിദ്ധർ അത് തൻ്റെ ശിഷ്യന്മാർക്ക് മാത്രമാണ് കൈമാറിയത് എന്നും പിന്നീട് ആ രഹസ്യം നഷ്ടപ്പെട്ടു എന്നുമാണ് പറയുന്നത്. വിഗ്രഹത്തിൽ നടത്തുന്ന പഞ്ചാമൃത അഭിഷേകത്തിനും പാലഭിഷേകത്തിനും ശേഷം ലഭിക്കുന്ന പ്രസാദത്തിന് പ്രത്യേക ഔഷധ ഗുണമുണ്ട്. നവപാഷാണത്തിൽ നിന്ന് സൂക്ഷ്മമായ അളവിൽ ചില ധാതു ഘടകങ്ങൾ അതിലേക്ക് ലയിക്കുന്നതിനാലാണ് ഈ ഗുണം കൈവരുന്നത്. ഇത് കഴിച്ച് നിരവധി ആളുകളുടെ മാറാരോഗങ്ങൾ വരെ മാറിയിട്ടുണ്ട്. കൂടാതെ ആ മുരുക വിഗ്രഹം നേരിൽ കണ്ട് തൊഴുന്നതും നമ്മിലേക്ക് പോസിറ്റിവിറ്റി നൽകും. നവപാഷാണത്തിന്റെ ഔഷധ ഗുണത്താൽ അവിടുത്തെ വായു പോലും ഔഷധ ഗുണമുള്ളതായി മാറുന്നു. പഴനി ക്ഷേത്രത്തിലെ പഞ്ചാമൃതവും ലോകപ്രശസ്തമാണ്. പഴം, ശർക്കര, നെയ്യ്, തേന്, ഏലക്ക തുടങ്ങിയവ ചേർത്ത് തയ്യാറാക്കുന്ന ഈ പ്രസാദം ദീർഘകാലം കേടാകാതെ നിലനിൽക്കുന്നതും ഭക്തരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രത്യേകതയാണ്. കാലക്രമേണ വിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനായി അഭിഷേക ക്രമങ്ങളിലും സ്പർശന രീതികളിലും ക്ഷേത്രഭരണ സമിതി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നവപാഷാണം കൊണ്ടുള്ള വിഗ്രഹമാണ് എങ്കിൽ അതിനെ സംരക്ഷിക്കേണ്ടത് അതീവ പ്രാധാന്യമാണ് എന്നാണ് വിശ്വാസം. ഇന്ന് പഴനി മുരുകൻ ക്ഷേത്രത്തിലെ നവപാഷാണ വിഗ്രഹം ചരിത്രവും ആത്മീയതയും സിദ്ധ വൈദ്യ പരമ്പരയും രഹസ്യങ്ങളും ഒത്തുചേരുന്ന ഒരു അതുല്യ പൈതൃകമായി കണക്കാക്കപ്പെടുന്നു. ഈ വിഗ്രഹത്തിന്റെ യഥാർത്ഥ നിർമ്മാണ രീതി ഇന്നും പൂർണ്ണമായും വെളിപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ ഭക്തിയോടെയും കൗതുകത്തോടെയും പഴനിയിലേക്ക് എത്തിച്ചേരുന്നു. അപ്പോൾ നിങ്ങൾ പഴനി മുരുകൻ ക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ടോ? നവപാഷാണ വിഗ്രഹത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുള്ള മറ്റേതെങ്കിലും വിശ്വാസങ്ങളുണ്ടോ? കമന്റിലൂടെ നിങ്ങളുടെ അഭിപ്രായം പങ്കുവെക്കൂ. ഇത്തരം ചരിത്രപരവും ആത്മീയവുമായ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും
വീഡിയോ ലൈക്ക് ചെയ്ത് സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്.